ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. APL BPL വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് റേഷൻ കടകൾ പൂട്ടാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം റേഷൻ വിതരണത്തിലും മാറ്റങ്ങൾ വരികയാണ്. ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചുപൂട്ടണമെന്ന് സർക്കാർ സമിതി ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കുമെന്ന് സർക്കാർ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നും ശുപാർശയുണ്ട്. വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണ് ഇത്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആയി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 2023 ഡിസംബറിലെയും മറ്റും കണക്കുകൾ പ്രകാരമാണ് ഈ റിപ്പോർട്ട്. നിലവിൽ 14,000-ലേറെ റേഷൻ കടകൾ സംസ്ഥാനത്തുണ്ട്. വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നത്. 18,000 രൂപ മിനിമം കമ്മീഷന് 70% വിൽപ്പന വേണം. 45 ക്വിൻ്റലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കില്ല. ഏതു കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്തു എന്നതിന് പ്രസക്തിയില്ല. അതിനാൽ തന്നെ ഒരു കടയിൽ 800 കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ. വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിംഗ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവ അടങ്ങുന്ന സമിതിയാണ്. തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാരികൾ 70-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുതെന്നും മാസം 15 ക്വിൻ്റലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള 85 കടകൾ നിലനിർത്തണോ എന്ന് പരിശോധിക്കണമെന്നും ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുമുള്ള മറ്റ് കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. അതോടൊപ്പം റേഷൻ പഞ്ചസാരയുടെ കമ്മീഷൻ കിലോയ്ക്ക് 1.5 രൂപയും മണ്ണെണ്ണയുടേത് ലിറ്ററിന് 5 രൂപയും ആക്കണമെന്ന് സർക്കാർ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വേതനത്തിന് പണം കണ്ടെത്തുവാനുള്ള മറ്റ് ശുപാർശകൾ ഇങ്ങനെയാണ്. അതായത് മണ്ണെണ്ണ വിതരണം വാതിൽപ്പടിയാക്കണം. വെള്ളക്കാർഡിലെ 1 കിലോ അരിക്ക് വ്യാപാരികൾ 8 രൂപ 90 പൈസ അടയ്ക്കുമ്പോൾ സർക്കാരിന് അധികമായി ലഭിക്കുന്ന 60 പൈസയിൽ നിന്ന് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് തുക അടയ്ക്കണം. കടകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ഒഴിവാക്കണം. പട്ടിക വിഭാഗങ്ങൾക്ക് അനുവദിച്ച കടകളിലെ സെയിൽസ്മാൻമാരും അതത് വിഭാഗത്തിലുള്ളവരാകണം. 15 ക്വിൻ്റിൽ വരെ 6,800 രൂപയും തുടർന്ന് 45 ക്വിൻ്റിൽ വരെ 9,000 രൂപയും ഓരോ ക്വിൻ്റലിനും 300 രൂപ നിരക്കും 45 ക്വിൻ്റലിന് മുകളിൽ 22,500 രൂപയും 45 ക്വിൻ്റലിന് മുകളിൽ വിതരണം നടത്തുന്ന ഓരോ ക്വിൻ്റലിനും 200 രൂപ നിരക്കും എന്ന രീതിയിലാണ് വേതന ശുപാർശ. എന്തായാലും സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.